കാറ്റ് വീശിയാടുന്ന അശോകവാടികയിൽ സീതാദേവിയുടെ മുമ്പിൽ ഒരു വലിയ വാനരം. എന്നാൽ ഹൃദയം പർവ്വതം പോലെ. ഞാൻ രാമദൂതൻ ഹനുമാൻ. ആ ഒരൊറ്റ വാക്ക് കേട്ട് സീതയുടെ കണ്ണുകളിൽ ഒരു തിളക്കം പിറന്നു. ലോകം മുഴുവൻ ദുഷ്ടതയിൽ മൂടിയപ്പോൾ ഈ ചെറുദൂതന്റെ ആത്മവിശ്വാസം ആർക്കും തകർക്കാൻ കഴിഞ്ഞിരുന്നില്ല. ലങ്കയിലെ അസുര സൈന്യം കരിഞ്ഞ കണ്ണുകളും തീ പോലെ ചൂടും. പക്ഷേ ഹനുമാൻ ശ്രദ്ധിച്ചു ശ്വസിച്ചു. ഒരു നിമിഷം ഒരു ചാട്. ചുട്ടുപൊള്ളുന്ന അശോകവാടികയിലേക്ക് മിന്നൽ പോലെ പൊട്ടി പുറപ്പെട്ടു. ഒരു കൈ വീശിയപ്പോൾ ഒരു സൈന്യം തന്നെ വീണു. ആ നിലവിളി ഉയർന്നപ്പോൾ പതിയെ ലങ്ക നടുങ്ങി. ഹനുമാന്റെ ദേഹത്ത് ഒരു തുമ്പു പോലും ഭയമില്ല. കാരണം അവന്റെ മനസ്സിൽ ഒറ്റ പേര് മാത്രം: ഭഗവാൻ ശ്രീരാമൻ. രാവണൻ കോപത്തോടെ ഹനുമാന്റെ വാലിന് തീ കൊളുത്താൻ ഉത്തരവിട്ടപ്പോൾ ഹനുമാൻ ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കി ചിരിച്ചു. ദേവിയുടെ വേദന, രാമന്റെ ദൂരം, എന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഒരു കാറ്റുപോലെ ഉയർന്നു. വാലിൽ തീ ആളിപ്പടർന്നു. പക്ഷെ ഭയത്തിന്റെ തീ അല്ല, ധർമ്മത്തിന്റെ പ്രകാശം ആണ് അത്. ലങ്കയുടെ വീഥികളിൽ അഗ്നിജ്വാലകൾ മഞ്ഞളിച്ചു. ഹനുമാൻ ഒരു ദിവ്യനക്ഷത്രം പോലെ നഗരത്തിലൂടെ പറന്നു. തീ അണഞ്ഞ ശേഷം അവൻ സീതയുടെ അടുക്കൽ വന്ന് പറഞ്ഞു: അമ്മേ, ഭഗവാൻ രാമൻ ഉടൻ വരും. ധർമ്മം ഒരിക്കലും തോൽക്കുകയില്ല. ആ നിമിഷം ഭക്തി ശക്തിയാകുന്നു, ശക്തി ധർമ്മമാകുന്നു, ധർമ്മം ഹനുമാനായി ഉയരുന്നു. ഇഷ്ടമായാൽ ഫോളോ ചെയ്യൂ. കഥകൾ നിങ്ങളെ കാത്തിരിക്കുന്നു.